മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒത്തിരി വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് നമ്മൾ ചെറുതീയിലിട്ടിട്ടാണ് വേവിച്ചെടുത്തത്. ഒത്തിരി വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. നമുക്കിതിനകത്തേക്ക് നമ്മൾ തേങ്ങയും ജീരകവും മുളകും മഞ്ഞളൊക്കെ നമ്മൾ നേരത്തെ ചേർക്കും. അപ്പം തേങ്ങയും ജീരകവും അരച്ചിട്ട് അത് ഞാൻ ചേർക്കുന്നുണ്ട് ഇതിനകത്തോട്ട്. വേറെ ഒരുപാട് മസാലക്കൂട്ടുകളൊന്നും വേണ്ട. പിന്നെ ചിലരുണ്ടല്ലോ മാങ്ങ വേവിക്കുമ്പം അതിനകത്ത് 2-3 സ്പൂൺ നെയ്യ് ഒഴിക്കും. മാങ്ങ പഴപ്പുളിശ്ശേരി വെക്കുമ്പോഴേ അത് ചില ആളുകൾ അങ്ങനെ ചെയ്യും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എന്നാന്ന് പറയുക, നെയ്യ് ഒഴിച്ച് നമ്മൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും നെയ്യുടെ ടേസ്റ്റ് എടുത്ത് നിൽക്കും. അപ്പോൾ എനിക്ക് ഈ മാങ്ങാപ്പഴത്തിൻ്റെ ടേസ്റ്റ് എടുത്ത് നിൽക്കണം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. നെയ്യ് ഒഴിച്ചാൽ നല്ലതാണ്, രുചിയൊക്കെ ഉണ്ട്. പക്ഷേ അപ്പം മാങ്ങാപ്പഴത്തിൻ്റെ രുചിയെക്കാട്ടി കൂടുതൽ നെയ്യുടെ രുചി ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ടായിട്ടിരിക്കും. അപ്പോൾ എനിക്കത് ഇഷ്ടമില്ല. ഞാനതുകൊണ്ട് നെയ്യ് ഉപയോഗിക്കാറില്ല. കടുക് വറുക്കുന്നതൊക്കെ ചിലർ നെയ്ക്കകത്താണ്. പക്ഷെ അന്നേരം കറിയുടെ ടേസ്റ്റ് നെയ്യുടെ ഒരു ടേസ്റ്റ് അങ്ങ് എടുത്ത് കാണിക്കും. അപ്പം ഞാനത് നിൽക്കാറില്ല. അപ്പം ഈ അരപ്പ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഇതിന് കടുക് വറുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കാം. നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ സാധനം തൈര് ഒഴിക്കണം. തൈരും ഈ പറഞ്ഞ പോലെ കുറച്ചേ ഞാൻ ഒഴിക്കത്തുള്ളൂ. ഒരു പുളിയുടെ ഒരു ഇത് വരാൻ വേണ്ടി മാത്രം. എനിക്കെപ്പോഴും മാങ്ങാപ്പഴത്തിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഇത് മിൽമ തൈരായിരുന്നേ. നാടൻ തൈര് ഞാൻ ഉറച്ച് വെച്ച തൈര് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ മിൽമ തൈര് എടുക്കുന്നത്. മിൽമ തൈരാകുമ്പോൾ നമുക്കിങ്ങനെ കട്ട കട്ട പോലെയല്ല. അപ്പം ഞാൻ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു. എന്നിട്ടല്ല ഇങ്ങനെ കട്ട കട്ടയായിട്ട് കിടക്കും. അതൊരു സുഖമില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഒന്ന് മിക്സിയിലിട്ട് കറക്കി അത് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ. ഒരു പാക്കറ്റ് മുഴുവൻ ഒഴിക്കുന്നില്ല, കുറച്ചേ ഒഴിക്കുന്നുള്ളൂ. പിന്നെ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വല്ലാതെ തിളയ്ക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. ജസ്റ്റ് ഒന്നിങ്ങനെ പതിഞ്ഞ് പൊങ്ങി വരുന്ന പോലെ ആകുമ്പോഴത്തേനും നമ്മൾ ഇത് ഓഫ് ചെയ്തു. വാങ്ങി വെച്ചു. ഇനി നമുക്കിതിന് കടുക് പൊട്ടിക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കൊന്ന് കടുകും കൂടെ പൊട്ടിച്ചാൽ കറി സെറ്റായി. വെളിച്ചെണ്ണയ്ക്കകത്താണ് ഞാൻ കടുക് പൊട്ടിക്കുന്നത്. ഞാൻ നെയ്യ് ഉപയോഗിക്കാറേ ഇല്ല. എൻ്റെ അമ്മയൊന്നും നെയ്യ് ഉപയോഗിക്കാറില്ല. ഞാൻ മലപ്പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം അവിടെയുള്ളവരൊക്കെ ഇങ്ങനെ നെയ്ക്കകത്ത് കടുക് വറുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല.
ഇനി ഓഫ് ചെയ്തു. ഇട്ട് കണ്ടോ, നമ്മുടെ മാങ്ങാപ്പഴ പുളിശ്ശേരി സെറ്റായിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വാങ്ങി വെക്കാം, അല്ല കാണത്തില്ല. കണ്ടോ മാങ്ങാപ്പഴ പുളിശ്ശേരി. ഞാൻ ഈ ഒരുപാട് വെള്ളത്തിലുമല്ല, എന്നാൽ ഒരു ഏകദേശം നമുക്ക് ഒഴിച്ചു കൂട്ടാൻ പരുവത്തിന് ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. കണ്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ. എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. നാടൻ മാങ്ങാപ്പഴം കിട്ടുന്നതേ, നാടൻ മാങ്ങാപ്പഴം വേണമെന്നില്ല, നമുക്ക് ഈ മൂവാണ്ടൻ മാങ്ങാപ്പഴമൊക്കെ വെച്ച് വെക്കാം. പക്ഷേ നാടൻ മാങ്ങാപ്പഴം ആകുമ്പോൾ നമ്മളിങ്ങനെ ഈ മാങ്ങ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ എന്താ പറയുക കൂട്ടുമ്പോൾ ഭയങ്കര ഒരു സുഖം. അതാണ് കേട്ടോ. പിന്നെ ബാക്കി കുറച്ച് മോര് ഞാൻ എന്ത് ചെയ്തു, നമുക്ക് ഈ വേനലിനെ പ്രതിരോധിക്കണം. ഞാൻ എന്നും മോരും വെള്ളം ഇതുകൊണ്ടോ ഇങ്ങനെ കലക്കി വെക്കും, എന്നിട്ട് അതിങ്ങനെ കുടിക്കുക തന്നെ ശരണം. അപ്പം നമുക്ക് ഈ ചൂടിനെ പ്രതിരോധിക്കണമെങ്കിൽ അതൊക്കെ തന്നെ മാർഗ്ഗമുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നല്ലതായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ. ഒരു 20-25 ഗ്ലാസ് വെള്ളം ദിവസവും കുടിക്കണം. ഓക്കെ, അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ എത്താം. ഓക്കെ, ബൈ.